ഇന്ന് നമ്മൾ വീട്ടിലെ മഞ്ഞൾപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന്നിപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയ മഞ്ഞളാണ്. അതൊക്കെ വേരും നാരും ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയായി കഴുകി, പിന്നെ നമ്മുടെ മെറ്റൽ ബ്രഷിൽ അതുകൊണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തിളപ്പിക്കും. ഓക്കെ, നമ്മൾ ഇനി മഞ്ഞൾ മുറിച്ച് കഴിഞ്ഞിട്ടില്ല. അതുമാതിരിയുള്ള മഞ്ഞളിനെ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുറിക്കാനുണ്ട്, ആയിട്ടില്ല. ഇതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വട്ടത്തിലുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. ഓക്കെ, മഞ്ഞൾ നേരാക്കി പാത്രമല്ല മറിച്ചു വെട്ടി തിളക്കണം. ചെറിയ പുറത്തോടൊക്കെ നമ്മളിങ്ങനെ വേവിക്കുമ്പോൾ തോന്നുന്നു. ഒരുവിധമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ പുറത്തോടുണ്ട്, അത് തിളയ്ക്കുമ്പോൾ ഈ കളർ പോയി എന്ന് വിചാരിക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയെടുക്കുമ്പോൾ നല്ല സ്വർണ്ണ നിറമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇത് ഉണക്കാൻ വെച്ച് പൊടിച്ചിട്ട് കാണിച്ചു തരാം. മഞ്ഞളൊക്കെ തിളച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് രണ്ടും കൂടെ വെള്ളത്തിൽ നിന്ന് മാറ്റി വെയിലത്ത് വെച്ചിട്ട് നന്നായി ഉണക്കിയെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ വീട്ടിലുണ്ടായിരുന്ന മഞ്ഞളിൻ്റെ വേവിക്കണതും പറിച്ചതും നേരാക്കണതും വേവിക്കണതും ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടം മഞ്ഞൾ പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇതാണ്. പിന്നെ ഇതാ ഞാൻ നമ്മുടെ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ഒരു ഡബ്ബല്ലേ, ഇതിൻ്റെ ഒരു പാക്കറ്റും കിട്ടിയിട്ടുണ്ട്. 2 ഡബ്ബ കിട്ടും നമുക്ക്. അങ്ങനെ മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണേ. ഓക്കേ.